നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന PK കുഞ്ഞാലിക്കുട്ടി, അടുപ്പക്കാർക്ക് കുഞ്ഞാപ്പ, മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ പദവിയിൽ നിന്നും തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം, ആരും ചോദ്യം ചെയ്യാനില്ലാത്ത അപ്രമാദിത്വം. എന്നാൽ കൊടികുത്തിവാണ കാലം അസ്തമിക്കുകയാണ്. മുസ്ലിം ലീഗിൽ ചന്ദ്രികയ്ക്കെന്ന പോലെ കുഞ്ഞാപ്പയ്ക്കും ഇനി ഗ്രഹണകാലം. മുയീൻ അലി തങ്ങൾ തുടങ്ങിവെച്ചത് തുടരുകയാണ് പലരിലൂടെ. പാണക്കാട് കുടുംബത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാകാൻ ഇനി കുഞ്ഞാപ്പയ്ക്ക് കഴിയില്ല. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മേധാവിത്വം ചോദ്യം ചെയ്യുകയാണ് പുതിയ തലമുറ. കുഞ്ഞാപ്പ പറയുന്നതും കേട്ടിരുന്ന് കമാന്നൊരക്ഷരം എതിർത്തുമിണ്ടാതെ യോഗം അവസാനിപ്പിച്ച് ബിരിയാണിയും കഴിച്ചേമ്പക്കം വിട്ട് മടങ്ങില്ല ലീഗിലെ ന്യൂ ജനറേഷൻ. ചന്ദ്രികയിൽ സംഭവിച്ചതെന്ത്? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. മലപ്പുറത്തും തലമുറ മാറ്റമോ? ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രഭാവം അസ്തമിക്കുന്നുവോ? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ CVM വാണിമേൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KVS ഹരിദാസ്, ഇടത് നിരീക്ഷകൻ ശ്രീ റജി ലൂക്കോസ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം KVSലേക്ക് പോവുകയാണ്. ശ്രീ KVS ഹരിദാസ്, സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത അത്രയും ആഴത്തിലുള്ള ഒരു പ്രതിസന്ധി മുസ്ലിം ലീഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഇതുവരേക്കും ഒരു അപ്രമാദിത്വമുണ്ടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിക്ക്. PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണമെങ്കിൽ ബിരിയാണി പോലെയാണ് അധികാരവും എന്ന് പറയാം. അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എപ്പോഴും സേഫാകാൻ ശ്രമിച്ചിരുന്നു. ഒന്നുകിൽ നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ MLA പദവി രാജിവെച്ച് അദ്ദേഹം MP ആകും, MP സ്ഥാനം രാജിവെച്ച് MLA ആകും. അങ്ങനെ അധികാരത്തോട് വലിയ ഭ്രമം കുഞ്ഞാലിക്കുട്ടിക്കെന്നും ഉണ്ടായിരുന്നു. ഇവിടേക്ക് വീണ്ടും നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ടി വന്ന ഒരു സാഹചര്യം പോലും വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് വിശദീകരിക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ ചേർന്ന യോഗത്തിൽ ലീഗ് നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതും. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രഭാവം മുസ്ലിം ലീഗിൽ അവസാനിക്കുകയാണോ? ലീഗിൽ എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സുബീഷ് സൂചിപ്പിച്ചത് വളരെ വളരെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ്, ശരിയായ നിരീക്ഷണമാണത്. മുൻകാലത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത വിധത്തിലുള്ള കലാപമാണ് ലീഗിനകത്ത് ഇപ്പോൾ കാണുന്നത്. 4 പതിറ്റാണ്ടായി, നിങ്ങൾ പറഞ്ഞത് ശരിയാ, 4 പതിറ്റാണ്ടിലേറെയായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് തല ഉയർത്താൻ, കൈ ഉയർത്താൻ കഴിയാത്ത അവസ്ഥ ആ പാർട്ടിയിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരാളല്ല, അനവധി പേര് കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ലല്ലോ പ്രതിക്കൂട്ടിലാകുന്നത്. ഇപ്പോൾ ഉണ്ടായ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല പ്രതിക്കൂട്ടിലാകുന്നത്. കേരളത്തിലെ എല്ലാ മതസ്ഥരും, എല്ലാ വിഭാഗത്തിലുള്ളവരും എത്രത്തോളം ആദരവോട് കൂടിയിട്ടാണ് പാണക്കാട് കുടുംബത്തെ കാണാറുള്ളത്? ആരെങ്കിലും ഒരു ആക്ഷേപം അവർക്കെതിരെ പറയാറുണ്ടോ? എന്തെങ്കിലും ലീഗുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാവുമ്പോഴും തങ്ങളെ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. ഇന്ന് ആ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ കാരണവര് ഈടിക്ക് മുമ്പിൽ ചെന്ന് തല കുനിച്ച് നിൽക്കേണ്ട ഗതികേട് ഉണ്ടായില്ലേ? നാളെ എവിടേക്കാണ് അതൊക്കെ നീങ്ങാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് കാണണം. കാരണം അഴിമതി കേസാണ്, മണി ലോണ്ടറിങ് കേസാണ്. അപ്പോ ഇത് മുസ്ലിം ലീഗിന് അവരുടെ ലീഗ് ഹൗസിൽ ഇരുന്ന്, പാണക്കാട് ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്നതിനപ്പുറം കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം എനിക്കില്ല, ഞാനുള്ള കാര്യം പറയാലോ. പക്ഷേ 4 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി, അത് തീർച്ചയായിട്ടും കേരളം സമഗ്രമായിട്ട് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്, സംശയവുമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ആദ്യമേ തന്നെ. ഇതിന്റെ ഡൈമെൻഷൻ, ഈ ഇഷ്യൂവിന്റെ ഡൈമെൻഷൻ
അത് പാണക്കാടോ മലപ്പുറത്തോ മുസ്ലിം ലീഗിലോ ഒതുങ്ങുന്നതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്, മുസ്ലിം ആധിപത്യമുള്ള രാഷ്ട്രീയത്തിന്റെ അറുതി വരുത്തുന്ന ദിവസങ്ങളാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഏത് മുന്നണി ഭരിച്ചാലും അതിലൊരു മുസ്ലിം ലീഗ് ഉണ്ടാകുമായിരുന്നു, അവരുടെ ആധിപത്യം ഉണ്ടാകുമായിരുന്നു. ആ ആധിപത്യത്തിനാണ് 2021 അറുതി വന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയമായിട്ട് അതിന്റെ പെർസ്പെക്റ്റീവ് അതാണ്, അതിന്റെ ഡയമെൻഷൻ അതാണ്. അപ്പൊ കേരളത്തില് ഇനി മുസ്ലിം ലീഗിന് ആധിപത്യം ചെലുത്താൻ കഴിയുന്ന, മുസ്ലിം ലീഗിന് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്ന, മുസ്ലിം ലീഗിന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു സർക്കാർ ഇനി ഉണ്ടാകുമോ? എനിക്ക് സംശയമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ പതനത്തോട് കൂടിയിട്ട് നമ്മൾ കാണേണ്ടത് ആ ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ പതനത്തിനാണ്, വലിയ രാഷ്ട്രീയത്തിന്റെ അവസാനത്തിനാണ്. അതിലുപരി ഇതിന്റെ അലയടികൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ നമ്മൾ കാണേണ്ടി വരും. ദേശീയ തലത്തിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് BJPക്കെതിരായിട്ട്, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഇത്തരം ശക്തികൾ ഒന്നിച്ചു വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർക്കുണ്ടാകുന്ന വലിയ തളർച്ച കൂടി ഈ പാണക്കാട് തങ്ങൾ ഉൾപ്പെട്ട കേസിനെ തുടർന്ന്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് ചെന്നുപെട്ടിട്ടുള്ള വലിയ പ്രതിസന്ധിയെ തുടർന്ന് ഉടലെടുക്കാൻ പോകുന്നു എന്നതാണ് കാണേണ്ടത്, വിലയിരുത്തേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഡയമെൻഷൻ ദേശീയ തലത്തിലാണ്. മുസ്ലിം രാഷ്ട്രീയത്തിന്, മുസ്ലിം ആധിപത്യമുള്ള ഒരു രാഷ്ട്രീയത്തിന് അതിന് 2 സ്റ്റേറ്റുകളിലെ പ്രാമുഖ്യമുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ജമ്മു കാശ്മീരിലും ഒന്ന് കേരളത്തിലും. കേരളത്തിൽ അതിന് അറുതി വന്നു കഴിഞ്ഞു. ജമ്മു കാശ്മീരിലെ സ്ഥിതി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ജമ്മു കാശ്മീരിന്റെയും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയം വലുതാണ്. അത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ വീണ്ടും തുടങ്ങുന്നു എന്ന് മാത്രമേ എനിക്ക് ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CVM വാണിമേൽ, ഇപ്പോൾ ഡൽഹിയിൽ ദേശീയ തലത്തിൽ BJP ശക്തമാകുന്നു. അതുകൊണ്ട് BJP പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിരിടാൻ താൻ അവിടെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡൽഹിയിലേക്ക് കുഞ്ഞാപ്പ പോയത്. പിന്നീട് ഇവിടെ UDF അധികാരത്തിൽ വരും, അപ്പോൾ തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്നൊക്കെ വ്യാമോഹിച്ചാകാം വീണ്ടും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്നു. ഈ സാഹചര്യമൊന്നും ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ PK കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ തീരുമാനങ്ങളൊക്കെ PK കുഞ്ഞാലിക്കുട്ടി എടുക്കുന്നത് ഏകപക്ഷീയമായാണ്. ചോദ്യം ചെയ്യാൻ മുസ്ലിം ലീഗിൽ ആരുമില്ലായിരുന്നു. അങ്ങനെ ഒരു അപ്രമാദിത്വം കുഞ്ഞാലിക്കുട്ടിക്ക് മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നു. എതിർക്കുന്നവർ പോലും നിശബ്ദരായി. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു മേധാവിത്വ സ്വഭാവം. പതുക്കെ പാണക്കാട് കുടുംബത്തിൻ്റെ വിശ്വാസ്യത കൂടി ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി വളർത്തിയെടുത്തു മുസ്ലിം ലീഗിനകത്ത്. അതാണിപ്പോൾ തകർന്നു വീഴുന്നത്. ആരാണോ തനിക്കൊപ്പമുള്ളത് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഏറ്റവും ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർന്നിരിക്കുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ കാവ്യനീതി, കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ കാവ്യാത്മകമായും ആലങ്കാരികമായും ഒക്കെ പറയുന്നത്. എൻ്റെ ചോദ്യം, ഇത്രയും കാലം ആ തീരുമാനങ്ങൾ എടുത്തത് കുഞ്ഞാലിക്കുട്ടി ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയിൽ മുസ്ലിം ലീഗിനകത്ത് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടു? അങ്ങനെ ഒരു സാഹചര്യം, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ലീഗിനകത്തൊരു ജനാധിപത്യമുണ്ട്, ആർക്കും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം എന്നിപ്പോൾ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം എന്തിന് കുഞ്ഞാലിക്കുട്ടിയിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തു? എനിക്ക് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഹരിദാസ് ചേട്ടന്റെ ചില വാക്കുകളോട് പ്രതികരിക്കേണ്ടതുണ്ട്. എനിക്ക് നിങ്ങൾ സമയം തന്നേ പറ്റൂ. ഏകപക്ഷീയമായി ഞാനും എൻ്റെ പാർട്ടിയും മർദ്ദിക്കപ്പെടുകയാണ്. ഒന്ന്, മുസ്ലിം രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ നീണ്ട വർഷക്കാലത്തെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കുവഹിച്ച ഒരു മതേതര സംവിധാനത്തെ
ഹരിദാസ് ഏട്ടൻ ചെറുതാക്കി കാണിക്കുകയുണ്ടായി. ബിരിയാണി കഴിച്ച് പിരിയുന്നൊരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഘട്ടത്തിലൊക്കെ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുകയും രാജ്യത്തെ ജനവിഭാഗങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കുകയും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കുവഹിക്കാൻ മുസ്ലിം സമുദായം അടക്കമുള്ള ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളെ അണിനിരത്തുകയും ചെയ്ത പാർട്ടി എന്ന നിലയിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് ബിരിയാണി കഴിച്ച് പിരിഞ്ഞു പോയ ചരിത്രമല്ല ഉള്ളത്. നിർണായകമായ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ തീരുമാനങ്ങൾ ഈ രാജ്യത്തിന്റെ ജനകോടികളുടെ വിളികൾ കേട്ടുണർന്ന രൂപത്തിലുള്ളതായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ തീരുമാനത്തെ ബാബരി പള്ളി തകർക്കപ്പെട്ടപ്പോ മുസ്ലിം ലീഗിന്റെ തീരുമാനത്തെ പരിഹരിച്ച ആളുകൾ ലീഗിന് തീവ്രവാദം പോരാ, ഇത് ഇസ്ലാമിക രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയ ആളുകൾ ബിരിയാണി കഴിച്ച് ഒടുവിൽ ബാബരി പള്ളി തകർന്നപ്പോഴും മുസ്ലിം ലീഗ് മൗനികളാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആളുകൾ പിന്നീട് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ തീരുമാനം പോലെ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നൊരു തീരുമാനം, മതേതരത്വത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി ഉള്ളൊരു തീരുമാനമാണ് മുസ്ലിം ലീഗിൻ്റെത്. മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ ചരിത്രം പൂർണ്ണമല്ല എന്ന് പറഞ്ഞതും ഹരിദാസ് ഏട്ടനെ പോലുള്ള മുതിർന്ന പത്രപ്രവർത്തകരും മുസ്ലിം ലീഗ് വിരുദ്ധരുമായിരുന്നു. മറ്റൊരു കാര്യം പറയട്ടെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറയും. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആധിപത്യം എന്നാരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആരും പറഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർട്ടിയിൽ മേൽക്കോയ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നേതാവാക്കിയത് അദ്ദേഹത്തെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മോചനഗാഥ പാടാൻ സമൂഹത്തെ സജ്ജമാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ, അതുപോലെ കാലത്തിനൊപ്പം കേരളത്തിലെ ജനങ്ങളെ നടക്കാൻ പഠിപ്പിച്ച ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തെ ആളാക്കിയത്, അദ്ദേഹത്തെ മഹാനാക്കിയത് മുസ്ലിം ലീഗുകാർ മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളാണ്, കേരളത്തിലെ പരിസരങ്ങളാണ്, കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാനങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കലും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ സ്വയം തീരുമാനിച്ചതല്ല. മുസ്ലിം ലീഗിന്റെ ഐക്യകണ്ഠേനയുള്ള ജനാധിപത്യ സംവിധാനത്തിൽ യോഗം ചേർന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയുകയായിരുന്നു, കേരളത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൽ താങ്കളുടെ സാന്നിധ്യം, താങ്കളുടെ നേതൃത്വം അനിവാര്യമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഡൽഹിയിൽ BJPക്കെതിരെ വരുന്ന ഒരു മുന്നേറ്റത്തെ തടുക്കാൻ മുസ്ലിം ലീഗ് കഴിയില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ പ്രമേയങ്ങൾക്ക് എല്ലാ കാലഘട്ടങ്ങളിലും പരിവർത്തനങ്ങളുടെ, വിപ്ലവങ്ങളുടെ, മാനുഷിക മൂല്യങ്ങളുടെ, സമഭാവന ചിന്തയുടെ ഒരു ഉദ്ഘോഷം, ഒരു ശബ്ദം, ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ആളുകൾ പോലും കാലാന്തരങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് വർത്തമാനകാല സത്യങ്ങളിൽ പോലും മുസ്ലിം ലീഗിനെ കുറിച്ച് വിമർശിക്കുന്നവർ സമ്മതിക്കുന്നത്. ഇവിടെ ഒന്ന് പറയുകയാണ്, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള മുസ്ലിം ലീഗിന്റെ പോരാട്ടത്തിന് ഒരു കുറവും വരില്ല. ഇവിടെ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി, ഇന്ന് ഓർത്തോളൂ, മുസ്ലിം ലീഗ് UDF സംവിധാനത്തിൽ മുസ്ലിം ലീഗ് ഉള്ള ഒരു മുന്നണി സംവിധാനം കേരളം ഭരിക്കുമെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് തോറ്റതിന്റെ ചരിത്രം പഠിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി എല്ലാ അർത്ഥത്തിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഒരു ജനകീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് അതിശക്തമായി തന്നെ തിരിച്ചു വരും. ശരി, ശ്രീ CVM മാണിമേൽ അതൊക്കെ അംഗീകരിക്കുന്നു. അതൊക്കെ ലീഗിൻ്റെ ബാഹ്യരാഷ്ട്രീയമാണ്. ലീഗിൻ്റെ ആന്തരികമായ സംവിധാനത്തിൽ കുഞ്ഞാലിക്കുട്ടി എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് എന്നതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. ഇപ്പോൾ ഈ യോഗത്തിൽ തന്നെ, അവസാനത്തെ യോഗത്തിൽ തന്നെ KS ഹംസ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുന്നു. ചന്ദ്രികയുടെ അക്കൗണ്ടിൽ 10 കോടി നിക്ഷേപിച്ചത് പത്രത്തിന് വേണ്ടി തന്നെയാണ്, പാർട്ടിയുടെ പണം കൊണ്ടല്ല ഞാൻ സമ്പന്നനായത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? അത് പരിശോധിക്കേണ്ടതല്ലേ? പാണക്കാട് തങ്ങൾക്ക് മനക്ലേശം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുഞ്ഞാലിക്കുട്ടിയാണ്, അതിൻ്റെ കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന ചോദ്യം പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന ആരോപണം ഉയരുമ്പോൾ അതിൻ്റെ വസ്തുതയും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ആരാണ് അങ്ങനെ പറഞ്ഞത്? ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു പാണക്കാട് തങ്ങളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് കുഞ്ഞാലിക്കുട്ടി. പാണക്കാട് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതേ ചെയ്യൂ എന്നൊരു കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പറയുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പുറന്തള്ളിയെന്ന്. ഇതെല്ലാം കെട്ടുകഥകളാണ്.
ഇതെല്ലാം ഭാവനക്കൊത്ത് പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളുടെയും ലീഗ് വിരുദ്ധ ശക്തികളുടെയും മനക്കോട്ട മുഈൻ അലി തങ്ങളുടെ വാർത്താ സമ്മേളനം ഒരു കെട്ടുകഥയായിരുന്നോ ശ്രീവാണിമേൽ? അർഹിക്കപ്പെട്ട സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സായുമായി ആലോചിച്ചിട്ടാണ് പാണക്കാട്ട് ബഹുമാന്യരായ സെയ്തന്മാർ തീരുമാനമെടുക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ അറിയുന്നവർക്കറിയാം. പക്ഷേ ആട്ടിനെ പട്ടിയാക്കി ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന വളരെയേറെ ദുരൂഹമായ വിധത്തിൽ മുസ്ലിം ലീഗ് സംവിധാനത്തെ വ്യാഖ്യാനിക്കുന്നവർക്ക് അതറിയില്ലായിരിക്കാം. ഞങ്ങൾക്കതിൽ ശ്രീ വാണിമേൽ, മുഈൻ അലി തങ്ങളുടെ വാർത്താ സമ്മേളനം കേരളം കേട്ട ഒരു കെട്ടുകഥയായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദത്ത് അലി ശിഹാബ് തങ്ങളും ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് അടങ്ങുന്ന സംഘം നയിക്കും. ആർക്കും സംശയം വേണ്ട, ഒരു വിധത്തിലുമുള്ള ഭിന്നിപ്പ് ലീഗിൽ പ്രകടമല്ല. ഒന്നുകൂടി പറയുകയാണ്, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥന നടത്തി ധാർമ്മികമായി കർമ്മരംഗത്തിറങ്ങുന്ന ഒരു സുസജ്ജമായ മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്നവരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും നേതാക്കളും. ഞങ്ങളെ വഴി തടയാൻ ഒരു ശക്തിയും കാരണം ഞങ്ങളുടെ മുമ്പിൽ ധർമ്മമുണ്ട്, നീതിയുണ്ട്, രാജ്യസ്നേഹമുണ്ട്. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുത്ത പൂർവികരുടെ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളെ ചെറുതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് കൂടി ഞാൻ അവസരോചിതമായി ശരി അല്ല, ഞാൻ ഇടയിൽ ചോദിച്ചിരുന്നു, മുഈൻ അലി തങ്ങൾ ഉയർത്തിയ ആ ആരോപണങ്ങൾ വെറും കെട്ടുകഥയായിരുന്നു, മുഈൻ അലി തങ്ങളുടെ വാർത്താ സമ്മേളനം കേരളം കേട്ട ഒരു കെട്ടുകഥയായിരുന്നു എന്ന്. അത് താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, കെട്ടുകഥകൾ ആണ് എന്ന്. ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എന്തായാലും റെജി ലൂക്കോസിലേക്ക് കൂടി പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വീണ്ടും എത്താം. അതിനിടയിൽ ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയിലേക്ക്. ജനറൽ ഡിബേറ്റ് തുടരുന്നു. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, എനിക്ക് തോന്നുന്നു റെജി, ഈ CPM-ഉം സർക്കാരും പ്രതിസ്ഥാനത്തല്ലാത്ത ഒരു വിഷയത്തിൽ സമീപകാലത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടാകാം ഇത്തരമൊരു ചർച്ചയിൽ, പ്രത്യേകിച്ച് ജനം TV-യിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു ആഹ്ലാദവും ആശ്വാസവും റെജിയുടെ മുഖത്ത് കാണുന്നുമുണ്ട്. ഇത് മുസ്ലിം ലീഗിനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. CPM-നെയോ സർക്കാരെയോ ബാധിക്കുന്ന ഒന്നല്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ആളാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനും കോടിയേരിക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ആ നിലയ്ക്ക് നിങ്ങൾ ഇത് ലീഗിൻ്റെ ആഭ്യന്തര പ്രതിസന്ധി ആണെങ്കിലും എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സുബശ്ശേരി, ആദ്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട CBN ഇവിടെ പറഞ്ഞൊരു വാക്ക് എന്നെയും എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ പൊതുസമൂഹം, ഈ ചാനൽ കാണുന്നവരെല്ലാവരും, ഈ ചർച്ച കാണുന്ന എല്ലാവരും ഞെട്ടിക്കാണുമായിരിക്കും. അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടി ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും പൊതുസമൂഹം മഹാൻ ആയിട്ട് മാറ്റിയെന്നാണ് പറഞ്ഞത്. അതൊരിച്ചിരി കടന്നു കൈയായിപ്പോയി. അതായത് മുഖസ്തുതിയുടെ എക്സ്ട്രീം, അതിന്റെ അതിരുകളൊക്കെ കടന്നുപോയി. ബഹുമാനപ്പെട്ട ആദരണീയനായ ഹൈദരാബാദ് ശിഹാബ് തങ്ങളെ പോലും മഹാൻ എന്നുള്ള വാക്കിലൊന്നും കേരളം വിശേഷിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം നാളുകളിൽ മഹാനായിരിക്കാം. അതൊന്ന് പ്രതികരിച്ചിട്ട് ഞാൻ ഈ ചർച്ചയിലേക്ക് വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇവിടെ സംസാരിച്ച രണ്ടുപേരും സൗകര്യപൂർവ്വം മറന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് വെച്ചാല്, ബഹുമാനപ്പെട്ട KT ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റപ്പുറത്ത് 18,000 വോട്ടിന് തോൽപ്പിച്ച 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം നമുക്കറിയാം. അന്നു മുതൽ ഈ മുസ്ലിം ലീഗും അതിന്റെ യൂത്ത് ലീഗും എല്ലാം അന്നു മുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് KT ജലീലിനെ. KT ജലീൽ CPM-ന്റെ ഒരു സഹയാത്രികനായി വന്നു. തുടർച്ചയായിട്ട് അദ്ദേഹം ഇപ്പൊ 4ാം തവണയും അദ്ദേഹം MLA ആയി. അതിനുശേഷം ഇതിനിടയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായി. അത് ഒരു വ്യക്തിഗതിയുടെ ഏറ്റവും അങ്ങേ തലം വരെ അവർ പ്രയോഗിച്ചു. സ്വർണ്ണക്കടത്ത്, അതിന് എന്തെല്ലാം രീതിയിലുള്ള വകഭേദങ്ങളെ കൊണ്ടുവന്ന് സ്വർണ്ണക്കടത്ത്, ഡോളർക്കടത്ത്, റിവേഴ്സ് ഹവാല, അതുപോലെ തന്നെ ഖുറാനിൽ സ്വർണ്ണം കടത്തി എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യനെ വേട്ടയാടിയതുപോലെ എനിക്ക് തോന്നുന്നത് ലോക ചരിത്രത്തിൽ സമാനങ്ങളായ വേട്ടയാടൽ നടന്ന ഒരു 10 പേരിൽ ഒരാൾ ഈ KT ജലീലായിരിക്കും. പക്ഷെ KT ജലീൽ കഴിഞ്ഞ ദിവസം തുറന്നുകൊണ്ടൊരു ഭൂതമുണ്ട്. ആ ഭൂതം ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ 2 വിഭാഗമായിട്ട് ഭിന്നിപ്പിച്ചിരിക്കുന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. 100%. ചുരുക്കിയ വാക്കുകൾ ഞാൻ അതിന്റെ വസ്തുതകളിലേക്ക് വരാം. എന്താണ് ഇതിന്റെ ആരംഭഘട്ടം എന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട ഹൈദരാലി ശിഹാബ് തങ്ങളുടെ മകൻ മുഈൻ അലി തങ്ങൾ യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം ഈ പറയുന്ന PK ഫിറോസ് ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെ ആൾക്കാർ ഖത്വ ഉന്നാവ കുട്ടികളുടെ പേരിൽ പിരിച്ച കോടിക്കണക്കിന് രൂപ മുക്കിയെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വന്നു. രണ്ടാമത് കഴിഞ്ഞ ദിവസം അവരുടെ വക്കീലിന്റെ പത്രസമ്മേളനത്തിൽ സന്നിധരായിരുന്നു അദ്ദേഹം. തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ 4 കാര്യങ്ങൾ കേരളം തന്നെ ഞെട്ടിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, ഹൈദരാലി ശിഹാബ് തങ്ങൾ, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് കേരളത്തിലെ
രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിക്കും മതത്തിനും അതീതമായി ആദരവോടെ കാണുന്ന നല്ലൊരു മതേതര കൺസെപ്റ്റോടുകൂടി തന്നെ, അല്ലെങ്കിൽ കാഴ്ചപ്പാടോട് തന്നെ ഈ സമൂഹത്തെ അങ്ങോട്ട് ദർശിക്കുന്ന ഒരു കുടുംബമാണത്. അവരുടെ ചരിത്രം തന്നെ അതാണ്. ലീഗിലെ വലിയൊരു വിഭാഗം, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം സമൂഹത്തിലെ വലിയൊരു വിഭാഗവും നബിയുടെ തലമുറക്കാരെന്ന് പറഞ്ഞ ഒരു പരിവേഷം അവർക്ക് ചാർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആത്മീയ ആദരവ് മറ്റൊരു തലം. ഇങ്ങനെയുള്ള തന്റെ അച്ഛനെ ഇഡിക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കഴിഞ്ഞ ദിവസം ഹാജരാകേണ്ട കാര്യത്തെക്കുറിച്ചും 1 വർഷം മുമ്പ് ഇഡിയുടെ മുമ്പിൽ ഹാജരായതും അതിന്റെ തെളിവ് കെ ടി ജലീൽ പുറത്തുവിട്ടതെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു. 40 വർഷമായിട്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഭയപ്പെടുവാണ് ലീഗിലെ ആൾക്കാരെന്ന് തുറന്നടിച്ച അദ്ദേഹം ചന്ദ്രികയിലെ 17.5 കോടി രൂപ കട്ടുമുടിച്ചു, അതിന് കണക്കില്ല എന്ന് പറഞ്ഞ് ആരോപിച്ച അദ്ദേഹം ലീഗിനൊരു മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞു തന്റെ പിതാവ് രോഗശൈലിയിലാകാനുള്ള കാരണവും ഇത് തന്നെയാണെന്ന് വിളിച്ചു പറഞ്ഞ മൊയ്ൻ അലി തങ്ങളുടെ വേദന കേരളത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകൾ ഏറ്റെടുത്തു. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള ഈ ആഞ്ഞടി ഈ മനുഷ്യൻ നടത്തിയപ്പോഴത്തേക്കും അന്നവിടെ പത്രസമ്മേളനത്തിൽ കാണിയായിട്ടിരുന്ന റാഫി എന്ന് പറയുന്ന പ്രഖ്യാപിത ലീഗിന്റെ ഗുണ്ട എഴുന്നേറ്റ് നിന്ന് ലോകം മുഴുവൻ കേൾക്കെ ലൈവായിട്ട് പറഞ്ഞ തെറി നമുക്കറിയാമല്ലോ എന്നാണെന്നുള്ളത്. അയാളത് ആവർത്തിച്ചു. പുറത്തിറങ്ങി അടി കൊടുക്കുമെന്ന് പറഞ്ഞു. ആരെ അടിക്കുമെന്ന് പറഞ്ഞ് സാക്ഷാൽ പാണക്കാട്ട് കുടുംബത്തിലെ ഒരു ഇളമുറക്കാരനെ തല്ലുമെന്നും തെറിയും വിളിച്ച ഗുണ്ടയെ 24 മണിക്കൂർ പരിരക്ഷിച്ചുകൊണ്ട് പോയതാരാ? ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആൾക്കാരാ. പിന്നെ അവര് ഉന്നതാധികാര സമിതി കൂടി എന്തിനാ? ഈ സാക്ഷാൽ മൊയ്ൻ അലി തങ്ങളെ പുറത്താക്കാനായിട്ടല്ലേ, ശിക്ഷിക്കാനാ? സംഭവിച്ചെന്താ? കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ കൂടാനായിട്ട് ഒറ്റ വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ സെക്രട്ടറി ആയ PMA സലാം. 200 കോടി രൂപയുടെ മകന്റെ ആരോപണത്തിന് മുമ്പിൽ കുഴഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ആടി നിൽക്കുന്ന ET മുഹമ്മദ് ബഷീർ പോലും കുഞ്ഞാലിക്കുട്ടിയെ തള്ളി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ വാദഗതികൾ അംഗീകരിച്ചില്ല. താൻ രാഷ്ട്രീയം വിടുമെന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി. വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പാണക്കാടെ ഒരു സന്തതിയെ, പാണക്കാട് എന്ന് പറയുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സന്തതിയെ, അതും ഹൈദരാലി തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയമായ അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ നടപടിയെടുത്താൽ താങ്കളോടൊപ്പം ഞങ്ങളില്ല എന്ന് പറഞ്ഞു ഇയാൾ ഈ മനുഷ്യൻ ഒറ്റപ്പെട്ടു. 40 വർഷമായിട്ട് അടക്കി ഭരിച്ചിരുന്ന ഇദ്ദേഹം നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, മഹാൻ എന്നുള്ള വാക്ക് അദ്ദേഹം ചാർത്തി കൊടുക്കുന്നത്. ആ മനുഷ്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗിൽ എന്താ പറയുക ഒറ്റപ്പെട്ടിരിക്കുന്നു. അവിടാണ് KT ജലീൽ തുറന്നുവിട്ട ഭൂതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ശ്രീ റജി ലൂക്കോസ്, ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ CPM-ൽ പിണറായി വിജയൻ എത്രത്തോളം കരുത്തുള്ളവനാകുന്നുവോ, അതല്ലെങ്കിൽ പിണറായി വിജയനിലേക്ക് ഏത് രീതിയിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നുവോ. ഇപ്പോൾ ഈ മന്ത്രിസഭയ്ക്കെതിരെ ഉയരുന്ന ഒരു വിമർശനം, പിണറായിക്കെതിരെ ഞാൻ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആമുഖമായി എന്താണോ പറഞ്ഞത് അതേ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിണറായി വിജയനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പിണറായിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരും തയ്യാറാക്കുന്നില്ല. ആ അർത്ഥത്തിലാണ് വീണ ജോർജൊക്കെ അമ്പേ പരാജയം എന്ന വിലയിരുത്തലുകൾ വരുന്നത്. മറ്റാരും മുഖ്യമന്ത്രി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ അതിനപ്പുറം ആരും പറയുന്നില്ല. ആ രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടിയിൽ മുസ്ലിം ലീഗിനകത്ത് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടത് എന്നാണ് ഒരു വിമർശനം. മറ്റൊന്ന്, ഈ KT ജലീലിന് ലീഗിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ എന്ത് കാര്യം എന്ന ഒരു ചോദ്യമാണല്ലോ PMA സലാം അടക്കമുള്ളവർ ഉന്നയിച്ചത്. അപ്പോൾ ജലീൽ പല കാര്യങ്ങളും പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിമർശനം എന്ന അർത്ഥത്തിനപ്പുറത്ത് ഇപ്പോൾ മുസ്ലിം ലീഗിനെ, അല്ലെങ്കിൽ കോൺഗ്രസിനെ, അല്ലെങ്കിൽ UDF എന്ന സംവിധാനത്തെ LDF-ൽ നിന്നുകൊണ്ട് ഒരാൾ എതിർക്കുന്നു എന്നതിൽ കവിഞ്ഞ വ്യക്തിപരമായ എന്തോ ഒരു പകയുള്ളത് പോലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി മാറുന്നു KT ജലീലിൻ്റെ വാക്കുകൾ. അപ്പോൾ ഈ ജലീലിൻ്റെ പാർട്ടി ഏത്, ജലീൽ ഏത് പാർട്ടിക്കാരൻ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയില്ല. ജലീൽ CPM-ലില്ല. പിന്നെ ജലീലിന് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ലീഗിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു താല്പര്യം ജലീലിന് ഈ വിഷയത്തിലുണ്ടോ? നമ്മൾ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഈ ചന്ദ്രികയ്ക്ക് വേണ്ടി സമാഹരിക്കപ്പെട്ട ഫണ്ട് എവിടെ, ആ കോടികൾ എവിടെ പോയി, അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട വസ്തുതയാണ്. അതിലടക്കം ഇപ്പോൾ പാണക്കാട് തങ്ങളെ ആ പേരിൽ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അതിന് കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇക്കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു താല്പര്യം KT ജലീലിനുണ്ടോ? കുഞ്ഞാലിക്കുട്ടിയെ വിമർശിക്കുമ്പോൾ അക്കാര്യത്തിൽ നമ്മൾ അതിൻ്റെ ബാനറിൽ നമ്മൾ KT ജലീലിനെ മഹത്വവൽക്കരിക്കേണ്ടതുണ്ടോ എന്നാണ്. അല്ല, സുബീഷ് ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിയെ വെളുപ്പിച്ച് തേച്ച് എടുക്കാനാക്കാൻ ശ്രമിക്കണ്ട.
നിങ്ങൾ അസർബൈജാനി രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായാലും കണക്ട് ചെയ്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. പിണറായി വിജയനെ മുഖ്യമന്ത്രി 2ാം സ്ഥാനത്ത് കൊണ്ടുവന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും CPM വിരുദ്ധ മാധ്യമങ്ങളോ അല്ല, കേരളത്തിലെ ജനങ്ങളാണ് 9 സീറ്റ് അധികം നൽകിക്കൊണ്ട് അധികാരത്തിലെത്തി കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് പോട്ടെ, സ്ഥിരം പല്ലവിയാണ് പിണറായിക്കെതിരെയുള്ള വാദം. അതെന്തായാലും അടിക്കട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇവിടെ വിഷയം എന്താ? നിങ്ങളിപ്പോ ചോദിച്ചത് പ്രസക്തമായ ചോദ്യമുണ്ട്. KT ജലീലിന് എന്ത് കാര്യം മുസ്ലിം ലീഗിനകത്ത് ഇടപെടാൻ എന്നുള്ളതും. KT ജലീലിന്റെ വാക്കുകൾ അവരെന്തിനാ ഏറ്റുപിടിച്ചത്? KT ജലീൽ ഇപ്പോഴും വാക്കുകൾ ഏറ്റുപിടിച്ചത് തന്നെയല്ല, ഈ പറയുന്ന തങ്ങളുടെ മകൻ അലി തങ്ങളെ, മൊയ്ൻ അലി തങ്ങളെ പുറത്താക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുടിചൂടാമനെ കിരീടം ധരിക്കാത്ത രാജാവിനെ പോലെ ഉള്ള ലീഗിന്റെ നേതാവ് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു KT ജലീൽ. സുബീഷ് അത് കേട്ടില്ലേ? അദ്ദേഹത്തിന്റെ ചന്ദ്രികയിലെ ഇടപെടലിന്റെ ഓഡിയോ ക്ലിപ്പിംഗ്സ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇനി എന്തിനധികം ചന്ദ്രികയിൽ ഒരു ഇടപാടും സാമ്പത്തികമായിട്ട് നടന്നിട്ടില്ലെന്നും കൃത്രിമം നടന്നിട്ടില്ലെന്നും മൊയ്ൻ അലി തങ്ങളുടെ ആരോപണത്തിന് എതിരായിട്ട് അവർ പ്രസ്താവന പുറപ്പെടുവിച്ചില്ലേ? പക്ഷേ ചന്ദ്രികയിലെ ഉദ്യോഗസ്ഥരുടെ തൊഴിലാളികളുടെ ഒരു ലെറ്റർ പുറത്തു വന്നിരിക്കുന്നു. കൃത്യം തെളിവോടുകൂടി 17.5 കോടി രൂപ അവരുടെ ഗൾഫിലെ സംഘടന കൊടുത്ത പൈസ മുക്കി, അടിവേരിട്ട് മുക്കി 2 കണ്ണായ സ്ഥലത്തെ ബസ്സുകൾ കൊച്ചിയിലെയും കോഴിക്കോടെയും വിറ്റ് കോടികൾ കൊണ്ടുപോയി. കഴിഞ്ഞ 10, 25, 40 വർഷമായിട്ട് ചന്ദ്രികയുടെ സാമ്പത്തിക ട്രഷറർ ഉണ്ടെങ്കിൽ പോലും മുഴുവൻ കൈകാര്യം ചെയ്യുന്ന PK കുഞ്ഞാലിക്കുട്ടിയാണ് ഉത്തരവാദി എന്നുള്ളവരെ പരസ്യമായിട്ട് ഇവിടെ അവര് തന്നെ പറയുന്നു. നിങ്ങൾ എന്തിനാണ് KT ജലീലിനെ കുറ്റം പറയുന്നത്? രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടായാൽ ജനാധിപത്യത്തിൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. ഇവിടെ ഏകാധിപതിയാണ് ഭരിക്കുന്നത്. എന്തായി പറയുന്നത്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ എന്തെങ്കിലും ഇടപെടലിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നറിയില്ല. അവരെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൊണ്ട്. ഞാനൊന്നും പറയണ്ട, ഇതൊന്നും അല്ല സത്യാവസ്ഥ. ഈ ലീഗ് വളർന്നോ ഇല്ലെന്ന ചോദ്യം. മിനിഞ്ഞാന്നൊരു ചർച്ച ചെയ്യാൻ പറഞ്ഞു, മാനസികമായിട്ട് ഒരു അകലും രണ്ടായിട്ട് മാറി എന്ന് പറഞ്ഞു. അത് അതുപോലെ സംഭവിച്ചു. KM ഷാജി ഇവരുടെ ഒരു ഫയർ ബ്രാൻഡ് നേതാവ്, ഇപ്പൊ MLA അല്ല. അതുപോലെ സാക്ഷാൽ CH-ന്റെ മകൻ മുനീർ സാഹിബ് രണ്ടുപേരും ഒന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ. കുഞ്ഞാലിക്കുട്ടിയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ആ പാർട്ടി രണ്ടായിട്ട് പിളർന്നു. മനസ്സുകൊണ്ട് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന ആത്മീയ പരിവേഷമുള്ള മാന്യനായ ആ വ്യക്തിക്കും ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം പ്രവർത്തകരും കുഞ്ഞാലിക്കുട്ടിയുടെ പണക്കൊഴുപ്പിന്റെ പേരിൽ ഭയന്ന് നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗമായിട്ട് ലീഗ് തകർന്നു കഴിഞ്ഞു. അവിടെ ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തിയുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ലാസ്റ്റ് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ തെളിഞ്ഞില്ലേ? ശരി, അതൊക്കെ നമുക്ക് പരിശോധിക്കാം. പക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ പതനത്തിൽ KT ജലീലിന് ഇത്രയേറെ ആഹ്ലാദിക്കാൻ എന്താണ് കാരണം എന്ന എൻ്റെ ചോദ്യത്തിന് ഒരൊറ്റ വാക്കിലെങ്കിലും മറുപടി പറയൂ ഋച്ചി. തീർച്ചയായിട്ടും ഞാനത് പറയാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാ. ഞാനത് പറഞ്ഞായിരുന്നു ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ. അദ്ദേഹത്തിന് 15 വർഷങ്ങൾക്ക് മുമ്പ് കുറ്റിപ്പുറത്ത് 18,000 വോട്ടിന് തോൽപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയ ജലീൽ വേട്ടയ്ക്ക് തീർച്ചയായിട്ടും വളരെ ക്ലാരിറ്റിയുള്ള ആരോപണങ്ങളുമായിട്ട് ജലീൽ പുറത്തു വന്നു. നിങ്ങൾ സുബീഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, കാലം കാത്തുവെച്ച കാവ്യനിധി. ആ വാക്കിന് ഭയങ്കര അർത്ഥങ്ങളുണ്ട്. നമ്മൾക്കത് പലപ്പോഴും പ്രയോഗിക്കുന്ന ആ കാവ്യനിധിയാണ് ആ കാവ്യനീതിയുടെ ഭൂതമാണ് ഇപ്പൊ തുറന്നു വിട്ടിരിക്കുന്നത്. ആര്? KT ജലീൽ. അത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗ് അല്ല, ജലീലിനൊരു പാർട്ടി ഉണ്ടോ എന്ന് വരെ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ സുബീഷ്. ജലീൽ ഒരു ഒറ്റയാൻ വ്യക്തിയാണെന്ന് വരെ നിങ്ങൾ ഉന്നമിച്ചത്. ജലീൽ എന്ന് പറഞ്ഞാൽ ഒറ്റയാണെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യനാണ് ഇന്ന് ലീഗ് എന്ന് പറയുന്ന കഴിഞ്ഞ 10-50 വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ പല ചരടുവലികൾക്കും പല രീതിയിലുള്ള അധികാരത്തിനും കൃത്യമായ രീതിയിൽ മുന്നോട്ട് നയിച്ച ആ പാർട്ടി ഇന്ന് ഉലഞ്ഞിരിക്കുന്നു. ആ ഒരു ആത്മീയ നേതൃത്വത്തിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച ഒരു ഗുണ്ടയെ പുറത്താക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അയാളെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ മുനീർ അലിയെ പുറത്താക്കണമെന്ന് പറയേണ്ട ഗതികളിലെത്തിയ PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ധാർമ്മികതയാണ് കേരളത്തിന് മുമ്പിൽ അഴിഞ്ഞു പോയിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ലീഗിനെ കുറിച്ച് കേൾക്കുന്ന മുഴുവൻ കൊള്ള സംഘമല്ലേ? കമറുദ്ദീൻ എന്ന് പറഞ്ഞ MLA തട്ടിക്കൊണ്ടുപോയി 158 രൂപയല്ലേ? സാക്ഷാൽ ET മുഹമ്മദ് ബഷീറിന്റെ മകൻ 200 കോടി രൂപ തട്ടിപ്പ് നടത്തിയത് 2 ദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലേ ഈ ചിന്താ ചാനലിൽ ഇല്ലേ? അതുപോലെ തന്നെയല്ലേ ഇപ്പൊ ഇവിടെ ഈ സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ മകന്റെ മലപ്പുറത്തെ കോപ്പറേറ്റീവ് ബാങ്കിലെ അക്കൗണ്ടിൽ കിടന്ന 106 കോടി രൂപ മരവിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് പിടിച്ചെടുത്തിരിക്കുന്നു ED എന്ന് വാർത്തകൾ പുറത്തു വന്നു. നമ്മുടെ മുമ്പിൽ അറിയത്തില്ല. അത് 3.5 കോടിയുടെ കണക്ക് പ്രകാരം തിരിച്ചു കിട്ടുന്നത് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. ഒറ്റ ചോദ്യം ഇവരോട് ചോദിക്കാനുള്ളൂ. കേരളത്തിൽ 14 ജില്ലയാ കേരള ബാങ്ക് എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിന് അതീതമായി ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ നേട്ടമാണ് കേരള ബാങ്ക്. ആ കേരള ബാങ്ക് ജോയിൻ ചെയ്യാതെ ഒറ്റ ബാങ്ക് ഉണ്ടായിരുന്നുള്ളൂ, മലപ്പുറം ജില്ലാ ബാങ്ക്. കാരണം ഈ കള്ളന്മാരുടെ പണം മുഴുവൻ അതിനകത്താ. അതുകൊണ്ട് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്, പുറത്തു വരും. ഇപ്പൊ തേണ്ട മുഴുവൻ വന്നിരിക്കുന്നു. ഇവരിലൊക്കെ ജനാധിപത്യ കേരളത്തിൽ ഭരണ സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നികുതി പണമല്ലേ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. അല്ല, ഇവരെന്നെ ബാങ്ക് കൊള്ളടിച്ച് വേറെ ആളുണ്ട്.
ഇവരെല്ലാം നമ്മുടെ നികുതിപ്പണം വെട്ടിപിടിക്കുക. ആ നികുതിപ്പണം വീണ്ടും പിടുങ്ങാൻ വേണ്ടിയിട്ടല്ലേ നിയമസഭാ അംഗത്തെ രാജിവെച്ച് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുത്തി ഇലക്ഷൻ ഉണ്ടാക്കി ലോക്സഭയിൽ പോയി അവിടെ ചെന്നപ്പോഴത്തെ മുച്ചൂട് മുടിഞ്ഞു പോയി. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, തിരിച്ച് കേരളത്തിൽ വന്ന് UDP മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ വ്യവസായ മന്ത്രി അല്ല ഏതെങ്കിലും കാതലായ ഒരു സ്ഥാനത്തിരിക്കാന്നുള്ള തിരിച്ചു വന്നു. നിങ്ങൾ ആലോചിക്കുക, ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു ജില്ലയിലെ ജനങ്ങളെ ഇതുപോലെ അപമാനിക്കാവോ? മലപ്പുറം ജില്ലയിൽ താൻ പറഞ്ഞ ആരും കുത്തുമെന്നുള്ള ധാരണ അല്ല, ഇതുപോലൊക്കെ CPM-ഉം ശ്രീ റെജി ലൂക്കോസ് അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകരും കോട്ടയത്തെയും ലേബൽ ചെയ്തിട്ടുണ്ട്. പണ്ട് അന്ന് KM മാണി ആയിരുന്നു, ഇന്നിപ്പോൾ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ മാണിയെ ആക്രമിച്ചിരുന്നു. പിന്നീട് ആ പാർട്ടിയെയാണ് നിങ്ങൾ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ച് ആനയിച്ചത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എത്രത്തോളം സത്യസന്ധമാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട് റജി. ഞാൻ ഈ ചർച്ചയിൽ തുടക്കം മുതലേ യാഥാർത്ഥ്യമില്ലാതെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പറയും ചർച്ചകളിൽ. ഇതിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതാണ് അല്ലല്ലോ, ഇവർ തന്നെ സംഭവിച്ചല്ലേ? ഒരു കാര്യം നുണയായിട്ട് പറയാൻ പറ്റും, ഒറ്റ കാര്യം ഇനിയും പറയാനുണ്ട്. ഈ 2 മണിക്കൂർ ചർച്ച നീണ്ടാലും പറയാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളിലുണ്ട്, വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അപ്രമാദിത്വത്തിന്റെ ആശാനും കുലപതികളുമായിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ രാജാവിനെ പോലെ വാണുകൊണ്ടിരുന്ന കുറെ നേതാക്കന്മാരുടെ ഒരു സംഘടനയായ ഒരു കൊള്ളസംഘമായ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആ പാർട്ടിയുടെ അണികൾ സാധുക്കളായ അവരുടെ വോട്ടർമാരെ വരെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇവരെല്ലാം തങ്ങളെ കൊള്ളയടിക്കുകയാണ്. തങ്ങൾ ആരാധനയോടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത അതിൽ പോലും ദൈവിക സാന്നിധ്യം ദർശിക്കുന്ന ലീഗ് സമുദായത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് അതിന്റെ ആചാര്യനെ ഹോസ്പിറ്റലൈസ് ആകുന്ന സാഹചര്യം വരെ ഉണ്ടായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ ആ പാർട്ടിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പാർട്ടി എന്ന് പറയുന്നത് എന്താ പറയാ, ഇത് ബേസ്ഡ് ഓൺ പാണക്കാട് തങ്ങൾ ഫാമിലി അവരുടെ ഏറ്റവും മുതിർന്ന അദ്ദേഹത്തിന്റെ മകനെ പോലും പുറത്താക്കാനായിട്ട് തീരുമാനിക്കാനായിട്ട് സംസ്ഥാന സമിതി കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മുസ്ലിം സമൂഹത്തിലെ ആ മനുഷ്യര് വളരെ സ്നേഹസമ്പന്നര ആ വിഭാഗം ഈ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞില്ലേ പിന്നെ ഇനി അവരോട് ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് പറഞ്ഞത്, അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മതേതരത്വവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക CPM-ന്റെയും ജനങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനം നടത്തുന്നതിലേക്ക് അവിടുത്തെ ജനങ്ങളും ആകർഷിച്ചു കഴിഞ്ഞു. ഒഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ആ രീതിയിൽ മലപ്പുറത്ത് സംഭവിക്കുന്ന ഈ ശൈഥില്യം എങ്ങനെയാണ് മുന്നണി സംവിധാനത്തെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒപ്പം മുസ്ലിം ലീഗ് ആകപ്പാടെ ഒരു കൊള്ള സംഘമാണ് എന്നൊക്കെയുള്ള റെജി ലൂക്കോസിൻ്റെ ആരോപണങ്ങൾക്ക് ശ്രീ വാണിമേലിന് കൃത്യമായ മറുപടിയും നൽകാനുണ്ടാകും. ഞാൻ ശ്രീ KVS-ലേക്കും വാണിമേലിലേക്കും തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.